ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അഞ്ജലിയുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് അങ്ങ് പോയി. പക്ഷേ എങ്കിൽ മീനു ആകെ വല്ലാത്ത അവസ്ഥയിലായിട്ടോ. മീനുവിനെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. മീനു നേരെ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്നിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവളുടെ ആ ഒരു സ്നേഹപ്രകടനവും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ട് താമസിച്ചു പോയി അർജുൻ, ഹാപ്പി ബർത്ത്ഡേ, ആ ഒരു പറച്ചിലും അതിന് ശേഷമുള്ള ഓരോരോ പ്രകടനവും ഒക്കെയാണ്. അവൾ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഒരു ഫ്രണ്ട് പെരുമാറുന്നത് പോലെയാണോ അവൾ പെരുമാറുന്നത്? എന്തോ ഒരു സംശയം. അപ്പോഴാണ് നമ്മുടെ പ്രഭാവതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നോക്കുമ്പോൾ മീനു ആകെ വിഷമിച്ചിങ്ങനെ അടുക്കളയിൽ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോഴത്തേനും പ്രഭയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്ത് പറ്റി ഇവക്ക്? ഒരു തെളിച്ചക്കുറവുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പം കാഞ്ചന അങ്ങോട്ടേക്ക് വന്നു. ദാ നോക്കിക്കേ നീ എന്ന് പറഞ്ഞു. ഏറ്റു. എന്തേറ്റെന്ന്? നീ എന്താ ഈ പറയുന്നത്? അമ്മ ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞ് കാഞ്ചന പ്രഭയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ മീനും അതേ കിച്ചണിൽ തന്നെ നിന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പരിസരം പോലും മറന്ന്. അപ്പം മാറി കണ്ടില്ലേ നിൽക്കുന്നത്? അഞ്ജലി വന്നിട്ടുണ്ട്. അർജുൻ്റെ മുറി കയറി ചെന്ന് അവളുടെ ആക്ടിങ് അവൾ തകർത്ത് അഭിനയിച്ചു. അർജുനോട് അവൾ അടുത്തിടപഴകുന്ന കണ്ടിട്ട് കണ്ടു നിൽക്കാൻ കഴിയാതെ ഇതേപ്പം ഉണ്ടോ അവൾ മാറി ഇവിടെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായി കാണുന്നത്. അത് കാണാനുള്ള കപ്പാസിറ്റി അവൾക്കില്ലമ്മേ. അതാ പ്രശ്നം. അതെ, അർജുനോട് അടുത്തിടപഴകുന്നത് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് തന്നെ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതവളെ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് എന്നിവിടെ പൊട്ടിത്തെറി ഉണ്ടാവുമോ? ഉറപ്പായും. അഞ്ജലി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവളെന്താണെങ്കിലും അവനെ ചോദ്യം ചെയ്യും. അപ്പോൾ അവൻ ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെ പറയുള്ളൂ. അതേ പറയുള്ളൂ. അതവൾ വിശ്വസിക്കില്ല. അത് ഉറപ്പല്ലേ? ഇതൊന്നും ഏതൊരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ലല്ലോ. സ്വന്തം ഭർത്താവ് മറ്റൊരാളുമായിട്ട് ഇടപഴകുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നത് കാണുന്നത് ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവർക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഭാര്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരല്ലേ. അപ്പം മീനുദിന് ഇതെങ്ങനെ സഹിക്കാൻ പറ്റും? എന്തായാലും ഇന്നിവൾ ബാഗും തൂക്കി ഇവിടുന്ന് ഇറങ്ങുമേ. നോക്കിക്കോ, സ്വന്തം കൺമുന്നി വെച്ചിട്ടാ മറ്റൊരു പെണ്ണ് ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും. അത് ഏതൊരു ഭാര്യയ്ക്കാ സഹിക്കാൻ പറ്റുക? അവൾ ഇറങ്ങുന്ന ആ കാഴ്ച കാണാനായിട്ട് എനിക്ക് കൊത്തിയാവുന്നു. ഏറി വന്ന 1 മണിക്കൂർ, അതിനിടയിൽ ആ സന്തോഷ കാഴ്ച നമുക്ക് കാണാമേ എന്ന് പറഞ്ഞ് കാഞ്ചനയും പ്രഭയും മനക്കോട്ടയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കണം. പ്രഭാവതിയുടെ സന്തോഷം പിന്നെ പറയണ്ടല്ലോ. ഭയങ്കര ഹാപ്പിയാണ് ആള്. പ്രകടനമൊക്കെ കഴിഞ്ഞ് അഞ്ജലി പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ കാഞ്ചന അഞ്ജലി എന്ന് വിളിച്ചുകൊണ്ട് പ്രഭാവതിയും കാഞ്ചനയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. ആഹാ, നീ പോവാണോ എന്ന് ചോദിച്ചു. അതെന്താ നീ ഇത്ര വേഗം പോകുന്നത്? അല്ല, ഞാൻ വന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തില്ലേ? ഇനിയിപ്പം ഞാനിവിടെ നിൽക്കേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചു. നീನು വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി മോള് നന്നായി ആക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഞാനും അർജുനും സംസാരിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. ഇന്ന് തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങും. നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി. ഇനി അവൾ അർജുനെ ചോദ്യം ചെയ്യും. ആരാ അവൻ്റെ ഫ്രണ്ടാണ് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഉത്തരം അവൾ വിശ്വസിക്കില്ല. ഞാൻ അർജുനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല എന്ന് എൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് വേണം. അർജുൻ എന്തൊക്കെ പറഞ്ഞാലും ഇനി അവൾ വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ അവളെ കൊണ്ട് കഴിയില്ല. അവൻ ഇനി എന്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും പക്ഷേങ്കിൽ ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ക്ഷമിക്കാൻ അവളെ കൊണ്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അത് കാണണം. അവൾ ഈ വീടിൻ്റെ പടി ഇറങ്ങണം. അതിൻ്റെ അർജുൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ അഞ്ജലി. അർജുന് കയ്യോ കാലോ ചിലപ്പോൾ പിടിക്കുമായിരിക്കും. പക്ഷേ അവൾ തിരികെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷമിക്കില്ല അവളെന്നല്ല ഒരു ഭാര്യയും ക്ഷമിക്കാൻ തയ്യാറാവില്ല. ഒരു ഭർത്താവിൽ നിന്നും ഇങ്ങനൊരു പെരുമാറ്റം ഒരു ഭാര്യയും ആഗ്രഹിക്കില്ലല്ലോ. എന്താണെങ്കിലും ഞാൻ ഇറങ്ങുക. നിങ്ങൾ അവളിവിടെ നിന്ന് ഇറങ്ങുമ്പം എന്നെ ഒന്ന് വിളിക്കണേ. ആ സന്തോഷ മുഹൂർത്തം എനിക്കൊന്ന് എൻജോയ് ചെയ്യാനാ. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു കാഞ്ചന. നീ ചെല്ല. അപ്പം നേരെ അഞ്ജലി യാത്രയാകുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാഞ്ചനയും പ്രഭാവതിയും കൂടെ എന്താണെങ്കിലും അവളുടെ ചേച്ചി ഒരാളെ ഇവിടുന്ന് വിക്കറ്റ് അടിച്ച് നമ്മൾ ഔട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് മറ്റേ അനിയത്തി അവളെ അടുത്ത ഓവറിൽ ഔട്ടാക്കാം. എന്തു പറയുന്നു? ആഹാ, എന്താ സന്തോഷം. അർമാദിച്ച് നിൽക്കുകയാണ് നമ്മുടെ പ്രഭാവതി. മുഖത്ത് ചിരിക്കണ്ടെന്നല്ല, റോസാപ്പൂ ഇവിടെ ഇരുന്ന പോലാണ് ചിരിച്ച് നിൽക്കുന്നത്. ഇന്ന് ഔട്ടാകുമല്ലോ എന്നോർത്ത്.
പിന്നെ കാണുന്നത് ഗൗതമിനെയാണ്. അപ്പോൾ ഗൗതം നമ്മുടെ അഖിലേക്കിട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഇവളെ ഞാൻ ശരിയാക്കി കൊടുക്കാം, ഇവൾക്ക് നല്ല ഒരു ഉഗ്രം പണി തന്നെ കൊടുക്കണം. എനിക്ക് വേറൊരു പെൺകുട്ടിയുമായി കണക്ഷൻ ഉണ്ട് എന്ന് വരുത്തി തീർത്താൽ ഇവളെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റും, ശരിയാക്കാം. അപ്പോൾ നേരെ ഗൗതം അകത്തേക്ക് കയറി ചെന്നിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുകയായിരുന്നു. അഖില ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡ്രസ്സ് മടക്കി വെച്ചു. ഗൗതം നേരെ ചെന്നു, ഫോൺ എടുത്തിട്ട് അഖിലയുടെ അടുത്തേക്ക് തന്നെ ചേർന്ന് നിന്നു. എന്നിട്ട് ഫോൺ വിളിക്കുകയാണ്. അപ്പം പെൺകുട്ടിയാണെന്നുള്ള മട്ടിലാണ് വിളിക്കുന്നത്. നമ്മുടെ ദിനേശിനെയാണ് കേട്ടോ. ദിനേശിൻ്റെ ഫോണിലേക്ക് ഇപ്പം ഞാൻ ആരെയാണ് വിളിക്കുന്നതെന്ന് ഓർത്ത് നിൻ്റെ ഉറക്കം കെടും, നീ കണ്ടോ, നിന്നെ ഞാൻ പഠിപ്പിക്കാൻ പാടാം എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പോൾ ദിനേശ് ഫോൺ എടുത്തു. ഇതെന്താ, ഗൗതമാണല്ലോ ഈ സമയത്ത് ഗൗതം വിളിക്കുന്നത്. അപ്പോൾ വേഗം ദിനേശ് ഫോൺ എടുത്തു. എന്താടാ അനിയ? ആ ലിസി, നീ ഇപ്പം എവിടെയുള്ളത് എന്ന് ചോദിച്ചു. ദിനേശ് ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ ലിസി അല്ല മോനെ, ദിനേശ് മണിയാണ്, നിൻ്റെ ദിനേശ് ഏട്ടൻ. അല്ല പറയ് ലിസി, നീ ഇപ്പം എവിടെയാണ് ഉള്ളത്? വീട്ടിലാണോ? എന്താ പരിപാടി എന്ന് ചോദിച്ചു. നോ 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 നോ, നിനക്കാള് മാറിപ്പോയി. ഞാൻ ദിനേശ് മണിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ടും നീ ലിസി എന്നാണല്ലോ വിളിക്കുന്നത്. കമോൺ ലിസി, എവിടെയാണെന്ന് പറയ് ലിസി. നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. പെണ്ണെന്ന് പറഞ്ഞാൽ നീ ആ പെണ്ണ്. ആ നീ എത്ര സുന്ദരിയായിരുന്നു, ഓർക്കാൻ പറ്റുന്നില്ല എനിക്ക്. പാല് പോലത്തെ സ്വഭാവം, നിന്നെ എങ്ങനെ ഞാൻ മറക്കൂടി, എങ്ങനെ എനിക്ക് മറക്കാൻ പറ്റും? അപ്പോഴത്തേനും ദിനേശിനൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേങ്കിൽ ദിനേശിനെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലിസീനെയാണെന്നുള്ള മട്ടിൽ ഗൗതം ഉഗ്രം പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. ദിനേശാണെങ്കിൽ കണ്ണ് തള്ളി നിൽക്കുകയാണ്. എടാ നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ദിനേശനാണ്, ദിനേശൻ. സോറി ലിസി, ഞാൻ പെട്ടുപോയതാ എന്ന് പറഞ്ഞു. ഒരു കല്യാണം കൂടാൻ പോയതാ, അപ്രതീക്ഷിതമായിട്ട് ഡേറ്റ് മാറിപ്പോയതാ, അല്ലെങ്കിൽ ആളെ മാറിപ്പോയി. നിന്നെ ഞാൻ ചതിച്ചു എന്ന് നീ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. മനസ്സ് തുറന്ന് എനിക്ക് സംസാരിക്കണം. ഹലോ, 1 2 3 4 മൈക്ക് ടെസ്റ്റിംഗ്. എടാ ഞാൻ പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? എന്താ ഗൗതം എന്ന് ചോദിച്ചു ദിനേശ്. എടാ ലിസി, നീ എന്നോടൊന്ന് ക്ഷമിക്ക്. നിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. ആ വിടർന്ന കണ്ണുകൾ, ശരിക്കും ഇത്രയും മനോഹരമായൊരു കണ്ണുകൾ ഞാൻ വേറൊരു പെണ്ണിലും കണ്ടിട്ടില്ല. അഖില ഇത് കേട്ടിട്ടിങ്ങനെ തുണിയൊക്കെ ചുരുട്ടി ഇങ്ങനെ കല്ലി പൂണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അഖിലയുടെ അടുത്ത് നിന്നാണല്ലോ ഗൗതം ഈ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. എടാ പന്ന ബോറ, നീ അങ്ങനെയൊന്നും പറയാതെ, ഞാനും ഒരു ആൺകുട്ടിയാ. അല്ല, നീ എന്താണേലും അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ ഒരിത്, എന്തൊരു കഷ്ടം ഇവൻ്റെ കാര്യം എന്നോർത്ത് ദിനേശ്. നിൻ്റെ ആ മൂക്കുണ്ടല്ലോ, മുന്തിരി വെച്ച കേക്ക് പോലുള്ള മൂക്ക്, അത് കാണുമ്പോൾ തന്നെ അങ്ങ് കടിച്ച് തിന്നാൻ തോന്നും. അഖിലയാണെങ്കിൽ ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ച് നിൽക്കുകയാണ്. തെറ്റ് ചെയ്തത് ഞാനാ. നീ എന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ അത് അക്സെപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ ചുമ്മാ വൈകിപ്പിച്ചു. എന്താ ചെയ്യാൻ, എൻ്റെ ഒരു വിധി. അന്ന് ഞാൻ ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഞാൻ നിന്നെ കെട്ടി ജീവിച്ചേനെ. വെറുതെ എന്തിനാണാവോ, നമ്മുടെ ലൈഫ് നല്ല വേറെ ലെവലിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. കളർഫുള്ളായേനെ. അല്ല മിസ് ചെയ്യും ലിസി, നിന്നെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു, ശരിക്കും മിസ് ചെയ്യാം. ഐ ലവ് യുടാ, നിന്നെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്നുടനെ ദിനേശ് പറഞ്ഞിട്ട് എന്താണേലും കേൾക്കുന്നില്ല. അപ്പോൾ ഗൗതത്തിൻ്റെ പെർഫോമൻസ് അറിയാതെ ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നൂടാ എന്നൊക്കെ പറഞ്ഞ് ദിനേശ് ചേട്ടനും തിരിച്ചങ്ങോട്ട് തട്ടിവിടാൻ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഐ ലവ് യു ലിസി എന്ന് ഗൗതം. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും അഖിലയുടെ മുഖം ഒന്ന് കാണേണ്ടതാണ്. എനിക്കിതൊന്ന് കേട്ടാൽ മതി, എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനീ പറയണ കേട്ടോ. ശരി കാണണം, എന്താണെങ്കിലും കാണാം. എപ്പോ, എവിടെ, ഏത് സമയത്ത് എന്ന് നീ പറഞ്ഞാൽ മതി, ഞാൻ വരാംന്നേ, തീർച്ചയായിട്ടും ഞാൻ വരാം. ഇപ്പം വാടാ വൃത്തികെട്ടവനെ എന്ന് പറഞ്ഞ ഉടനെ ദിനേശ്, ഞാൻ നാളെ വരാം. ബൈ ലിസി, ഗുഡ് നൈറ്റ്, ബൈ. അപ്പോഴത്തേനും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫോൺ വെച്ചു കേട്ടോ. ദിനേശിനൊന്നും മനസ്സിലാവാതെ ആഞ്ഞൊരു തുപ്പൊക്കെ തുപ്പിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവൻ എന്താ പറ്റിയത്, വൃത്തികെട്ടവൻ, എന്തൊക്കെയോ എന്നോട് സംസാരിച്ചത്, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ദിനേശ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗൗതം പണി ഏറ്റു എന്ന് പറഞ്ഞ് ഗൗതം പുറത്തേക്ക് ഇറങ്ങിപ്പോവാട്ടോ. അപ്പം നോക്കുമ്പം അഖില ആകെ വിഷമിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. പണി ഏറ്റു എന്നാണ് തോന്നുന്നത്.
അടിപൊളി. എടി, നീ എന്നോടാണോ കളിക്കുന്നത്? നിന്നെ ഞാൻ പഠിപ്പിച്ച് തരാടി. പിന്നെ നമ്മൾ കാണുന്നത് മീനുവിനെയാണ്. അപ്പം മീനു പാവം ആകെ വിഷമിച്ച് വല്ലാതെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതേണ്ട അർജുൻ റൂമിലേക്ക് കയറി വന്നു. അപ്പോൾ അർജുൻ വന്നപ്പോഴത്തേനും ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ആളാകെ വല്ലാതെ ദേഷ്യത്തിലും കലിയൊക്കെ പൂണ്ടായിരിക്കുന്നത്. അപ്പോൾ അർജുൻ വന്ന് മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു തെളിച്ചവുമില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താ പോലും. അപ്പം നേരെ അർജുൻ ഒരു ചിരിയൊക്കെ ചിരിച്ചാണ് വരുന്നത്. അപ്പോൾ ചിരി ചിരിച്ച് വന്നു. എന്നിട്ട് മീനുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. മീനുവിനെ നോക്കിയിട്ട്, മീനു എന്തു പറ്റി? എന്നാ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്തോ ഒരു വിഷമം പോലെ ഉണ്ടല്ലോ. ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും എന്നോടൊന്ന് പറയുക. ഒന്നുമില്ലാന്നേ എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചു. എങ്കിൽ കിടക്കാം. കിടന്നോ. അപ്പം അർജുൻ വേഗം തന്നെ എഴുന്നേറ്റ് നേരെ പോയി കിടക്കാനായിട്ട് പോയി കേട്ടോ. അപ്പം മീനു അവിടെ ഇരിക്കാം. മീനു അവിടെ നാട്ടുകുറ്റി ഇരിക്കുന്ന പോലെ ഇങ്ങനെ താട്ടി വെച്ചേക്കുന്ന പോലെ അവിടെ ഇരിക്കുകയാണ്. നീ എന്താ കിടക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരുമ്പം കിടക്കാം. അപ്പോൾ അർജുൻ ഒന്നും മിണ്ടിയില്ല. അർജുൻ പന്തികേടാണെന്ന് തോന്നിയത് കൊണ്ട് അർജുൻ അങ്ങനെ കയറി കിടന്നു കേട്ടോ. അപ്പോൾ കിടന്നു. ദേണ്ട 10 മണി, 11 മണി, 12:30. അപ്പോൾ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോഴും മീനു ഇങ്ങനെ ഇരിപ്പാണ്. ഒരേ ഇരിപ്പ. എടോ, സമയം എത്രയായി? താൻ എന്താ ഉറങ്ങാത്തത്? ഉറക്കം വന്നില്ല. എടോ, അല്ല, എന്താ അതിന് കാരണം? ഒന്നുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ മീനു, എന്തോ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. എന്താണെങ്കിലും താൻ എന്നോടൊന്ന് തുറന്ന് പറയേ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട എഴുന്നേറ്റ് മീനു നേരെ താഴേക്ക് പോയിട്ടോ. എന്നിട്ട് താഴെ ചെന്നിട്ട് നേരെ താഴെ കിടക്കുകയാണ്. ആ പാവിരിച്ച പായിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പം മീനു അവിടെ പോയി കിടക്കുന്നത് കണ്ടിട്ട് അർജുൻ ഓർത്തു എന്തോ ഒരു പന്തികേടുണ്ട്, എന്തോ വല്ലാതെ മീനുവിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അർജുൻ വീണ്ടും വിളിക്കുകയാണ്. മീനു, അല്ല, എന്താ മീനു ഇത്? എന്താ അതെനിക്ക് പറ്റിയത്? എന്തിനാ താൻ അവിടെ കിടക്കുന്നത്? എനിക്ക് ഉറങ്ങണം, എന്നെ ശല്യപ്പെടുത്തരുത് മീനു എന്ന് വിളിച്ചു. വേഗം തന്നെ മീനു അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ്. ഇവയ്ക്ക് എന്താ പറ്റിയത്? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അർജുനും ആകെ വിഷമായിട്ടോ. എന്താ കാര്യമെന്നറിയാതെ ആകെ ഒരു ഇതായിപ്പോയി. പിന്നെ മീനുവിനെ കാണുന്നത്. മീനു ആകെ വിഷമിച്ച് മുറിയിലിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അഖില കയറി വരുന്നത്. ചേച്ചി എന്ന് വിളിച്ചു. അപ്പം ഞെട്ടിത്തെറിച്ച് നോക്കുക കേട്ടോ. എന്താ ചേച്ചി ഇവിടെ തന്നെ ഇരുന്നത്? ഒന്നുമില്ല, വെറുതെ ഇരുന്നതാ. എന്താ നിൻ്റെ മുഖമൊക്കെ വലുതാ വാടിയിരിക്കുന്നത്? എന്തു പറ്റി എന്ന് ചോദിച്ചു. ഒന്നും പറ്റിയില്ല. അതൊന്നുമല്ല, എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം എഴുന്നേറ്റു കേട്ടോ. പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. എന്താ ചേച്ചി, എന്താ പറ്റിയത്? പക്ഷേ നീ ഇതാരോടും പറയരുതകില. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞോ. അർജുനെ കാണാൻ ഹോസ്പിറ്റലിലും വീട്ടിലും ഒക്കെ വന്നിരുന്നു. അഞ്ജലിന് അവളുടെ പേര്. എനിക്ക് അവളുടെ സംസാരവും രീതിയും ഒന്നും എനിക്ക് പിടിക്കുന്നില്ല. ഞാൻ അവളെ കണ്ടതാ. അവൾ അർജുനേട്ടൻ്റെ പിറന്നാളിനന്ന് ഇവിടെ വന്നിരുന്നില്ലേ? അവൾ ഹോസ്പിറ്റലിൽ വന്നപ്പം അർജുനോട് അടുത്തിടപെട്ടിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അത് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ, ഫ്രണ്ടാ എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം ഇന്നിപ്പോൾ ഇവിടെ വന്നു. നേരെ മുറിയിൽ വന്ന് ഒരു നാണവുമില്ലാതെ അർജുനെ തൊടുകയും പിടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അർജുനെ കെയർ ചെയ്തില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ എന്നെ പേടിപ്പിക്കുക. അവളുടെ ഉപദേശം സഹിക്കാൻ വയ്യാതെ ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അർജുനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയില്ലേ. ഇവൾ ആരെ എന്നെ പഠിപ്പിക്കാൻ? അപ്പം കലിപ്പിലിങ്ങനെ നിൽക്കുക. അവളുടെ ഒരു മോന്തയും ചിരിയും കളിയും, അവളെ കാണുമ്പോൾ തന്നെ എൻ്റെ പെരുവിരൽ മുതൽ എനിക്ക് ദേഷ്യം മുകളിലേക്ക് കയറുക. ഓഹോ, അപ്പം അതാണ് മേഡം വിഷമിച്ചിരുന്നതല്ലേ? അതെ, എൻ്റെ ഭർത്താവിനെ നോക്കാൻ എനിക്കറിയാം. നീ ആരടി ചോദിക്കാൻ എന്ന് ആ മുഖത്ത് നോക്കി ചോദിക്കണ്ടായിരുന്നോ? ഫ്രണ്ടൊക്കെ അങ്ങ് കോളേജിൽ മതി, ഇവിടേക്ക് വേണ്ട, വീട്ടിലേക്ക് കയറണ്ടെന്ന് പറയണം. അർജുനേട്ടനെ കാണാൻ ഈ വീട്ടിലേക്ക് വരരുത് എന്ന് പറയണം. വീട്ടിൽ വരുന്ന ഒരാളോട് എങ്ങനെയാ അങ്ങനെ പറയുക? എന്നാൽ പിന്നെ ചേച്ചി സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇനി വന്നാൽ ഉറപ്പായിട്ട് പറയണം വരരുത് എന്ന്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ അർജുനേട്ടനോടും ഇക്കാര്യം സംസാരിക്കണം. അഞ്ജലി വരുന്നതും നിങ്ങളെ കാണുന്നതും എനിക്കിഷ്ടമല്ല, വരരുത് എന്ന് അവളോട് പറയണം. മനസ്സിലാകുന്നുണ്ടോ? അല്ല, അവർ തമ്മിൽ ഫ്രണ്ട്സ് മാത്രമായിരിക്കില്ലേ? ആയിരിക്കാം. എന്തായാലും നീയും അർജുനേട്ടനും സന്തോഷത്തോടെ ഇരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവളാ അഞ്ജലി. അങ്ങനെയല്ല എങ്കിൽ അവൾ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു, അതുറപ്പാ. എല്ലാം മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയണം. മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്താ വെക്കുന്നത്? പറയണം.
ഒന്ന് ഉഷാറായിട്ട് തന്നെ ഇരിക്കേണ്ട ചേച്ചി. സ്പോട്ടിൽ കൊടുക്കേണ്ടത് കൊടുത്താൽ പിന്നീട് ഇത് ആവർത്തിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ ചേച്ചിക്ക് എന്ന് ചോദിച്ചു. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയായിപ്പം അതിപ്പോൾ ഏശി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, നമ്മൾ വളരെ കരുതലോടെ വേണം മുന്നോട്ട് പോവാൻ. അർജുനേട്ടനുള്ള അവകാശം ചേച്ചിക്ക് മാത്രമാണ്. അത് ചേച്ചി ആദ്യം ഉൾക്കൊള്ളണം. മനസ്സിലാവുന്നുണ്ടോ? ഒരുത്തിക്കും ആ മനസ്സിൽ സ്ഥാനമില്ല. അർജുൻ്റെ ഫ്രണ്ട് തന്നെ ആയിരിക്കുമോ? ഇനി അവളോട് സംസാരിച്ചാൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നമാവുമോ? ഒരു സമാധാനവും ഇല്ലാതെ പാവം ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രഭേനെയും കാഞ്ചനേനെയാണ്. നീയല്ലേ പറഞ്ഞത് അവൾ ഇന്ന് കെട്ടി പോകുന്ന? അവൾ എങ്ങും പോയില്ല, ഇവിടെ തന്നെ കുറ്റിയടിച്ചിരിക്കുക. ഇപ്പം എങ്ങനുണ്ട്? എന്ത് പറ്റിയെന്ന് അമ്മേ ഞാനും ആലോചിക്കുന്നത്. അഞ്ജലി വെറും സുഹൃത്ത് മാത്രമാണെന്ന് അവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാണുമോ? അതായിരിക്കുമോ അവൾ പോവാത്തത്? അവൾ ഇവിടുന്ന് പോയില്ലെങ്കിലും വിഷമത്തിൽ തന്നെയാണ് ഉള്ളത്. അതിനർത്ഥം അവളുടെ മനസ്സിൽ അത് കിടന്ന് അത് തിളയ്ക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, അത് ശരിയാ. എന്നിട്ടും അവൾ എന്താ അർജുനെ വിട്ടിട്ട് പോവാത്തത്? ഞാൻ അഞ്ജലിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മീനു ഇവിടുന്ന് പോകുന്നത് വരെ അവളുടെ നാടകം കളി തുടരണം. അതിന് അർജുനില്ലല്ലോ. ഇല്ല, അത് അവൾക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷേ ഇന്നത്തെ ഡ്രാമയിൽ അർജുൻ വേണ്ട, നമ്മളാ കളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ അമ്മയ്ക്ക്? ഞാൻ എല്ലാം അഞ്ജലിയോട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അഞ്ജലിയോട് മീനുൻ്റെ മുന്നിൽ വെച്ച് അടുത്തിടപെടണം. അർജുനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നും അവർക്ക് എന്തോ അടുപ്പമുണ്ടെന്നും നമ്മുടെ സംസാര തരത്തിൽ നിന്ന് അവൾക്കത് മനസ്സിലാകണം. മീനുവിന് മനസ്സിലാകുന്നുണ്ടോ അമ്മയ്ക്ക്? എനിക്ക് നീ പറയുന്നതൊക്കെ മനസ്സിലായി. അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം മീനു ഇതേണ്ട അവിടേക്ക് വന്ന് അവിടെ നിന്ന് ഫ്ലേവർ വൈസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൂത്തുകൊണ്ടിരിക്കുക. ദേ നോക്കിയേ എന്ന് പറഞ്ഞു. അയ്യോടാ പാവം, എന്താ പെട്ടെന്ന് വാടിയ ചേനച്ചെടി പോലെ ആയി എന്ന് പറഞ്ഞവർ ചിരിക്കുക. ഇപ്പം വാടിയിട്ടേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ, നമുക്ക് ഒടിഞ്ഞു വീഴുന്നതൊന്ന് കാണാം എന്ന് പറഞ്ഞു. ഈ സമയം ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു കാറ് വന്നു. മറ്റാരുമല്ല, അഞ്ജലി. കയ്യിലൊരു കവറും ഫ്രൂട്ട്സും അങ്ങനെ എന്തോ ഒക്കെ ആയിട്ടാണ് വരുന്നത് ആൾ. അപ്പോൾ കയറി വന്നോണ്ടേ ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു കൂട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ മീനോന് കലി വന്നിട്ടിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നീ വന്നല്ലോ, ഒരുപാട് സന്തോഷം. അല്ല ചേച്ചി, ഇതാ കുറച്ച് ഫ്രൂട്ട്സാ. എന്തിനാ അഞ്ജലി ഇതൊക്കെ വാങ്ങിയത്? അന്യ വീട്ടിലേക്ക് വിരുന്നിന് പോകുന്നത് പോലെ. ഇത് നിൻ്റെ സ്വന്തം വീട് തന്നെയല്ലേ? അതല്ല ചേച്ചി, അർജുന് വേണ്ടി വാങ്ങിയതാ. അതെ, അവന് സുഖമില്ലാണ്ടിരിക്കുമല്ലേ, അതുകൊണ്ടാണ് വാങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ചന അത് വാങ്ങി. അല്ല, അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നിക്ക് നിനക്കവനെ കാണാതിരിക്കാൻ പറ്റണില്ല അല്ലേ? കൊള്ളാം നടക്കട്ടെ. പക്ഷേങ്കിലേ ഒരു പ്രശ്നമുണ്ട്. അപ്പം മീനു അത് കേട്ടോണ്ട് നിൽക്കുകയാണെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇവരുടെ അഭിനയം. അപ്പം മീനു ഇങ്ങനെ നിന്നു. അതെ, അർജുൻ ഇവിടെ ഇല്ല അഞ്ജലി, അവൻ പുറത്ത് പോയിരിക്കുക. പുറത്ത് പോയാനോ? വിശ്രമിക്കേണ്ട സമയത്ത് എന്തിനാ അവൻ പുറത്തു പോയത്? സ്റ്റിച്ച് ഇട്ടതാ. മുറിവുണങ്ങിയെന്ന് പറഞ്ഞ് അവൻ ട്രാവൽ ചെയ്താൽ മിക്കവാറും അത് കോംപ്ലിക്കേറ്റഡ് ആക്കും, അത് ഉറപ്പാണ്. നിങ്ങൾ വരട്ടെ, അവൻ്റെ ചെവിക്ക് ഞാൻ പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മീനു ഇതെല്ലാം കേട്ട് നല്ല മനസ്സിൽ നല്ല ദൃഢനിശ്ചയമൊക്കെ എടുത്ത് ഇവളെ ഇന്ന് ശരിയാക്കി കൊടുക്കാം എന്നുള്ള മട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.